10 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ ഹിസ്ബുള്ള ഭംഗിയായും കാര്യക്ഷമമായും ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ഇടപെടൽ നടത്താനുള്ള മികച്ച അവസരമാണ് ഹിസ്ബുള്ളയ്ക്ക് തുറന്നു കിട്ടിയിരിക്കുന്നതും. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? കൃഷ്ണപ്രിയ, ഇന്നലെയാണ് ഈ വെടിനിർത്തൽ സംബന്ധിച്ച ധാരണയുണ്ടായതായി. ഇന്ന് പുലർച്ചെ 3:30 മുതൽ, ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 3:30 മുതൽ വെടിനിർത്തൽ നടപ്പിലാകുമെന്നൊരു നിലപാട് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത്. അതിന്റെ തുടർച്ചയായാണ് മറ്റൊരു വ്യവസ്ഥ കൂടി, അല്ലെങ്കിൽ മറ്റൊരു വാചകം കൂടി അദ്ദേഹം സമൂഹ മാധ്യമത്തിലെ കമന്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് അദ്ദേഹം പറയുന്നത് ഹിസ്ബുള്ളയ്ക്കുള്ള ഒരു മുന്നറിയിപ്പായാണ്. ഹിസ്ബുള്ള ലെബനനുമായുള്ള സമാധാന ധാരണ ഇസ്രായേൽ നടപ്പാക്കിയത്, അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു അവസരമാണ് ഹിസ്ബുള്ളയ്ക്ക്. അതായത് വെടിനിർത്തൽ നടപ്പാകുന്ന വേളയിൽ പൂർണ്ണമായും സഹകരിക്കാനും അത് കാര്യങ്ങൾ ഭംഗിയായി നടപ്പാക്കാനും ശ്രമിക്കുകയാണെങ്കിൽ മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടാകാതെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നൊരു നിലപാടാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇറാൻ യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കണം, ഹിസ്ബുള്ളയെ ആക്രമിക്കുന്ന നിലപാട് ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നൊരു നിലപാട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരമൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയ സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാൽ ഈ തരത്തിൽ ഒരു സമാധാന ധാരണയിലേക്ക് ഇറാൻ എത്തുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുകയും ചെയ്തത്. ആ ഒരു സാഹചര്യം കൃത്യമായി മുതലാക്കി ഹിസ്ബുള്ള തങ്ങളുടെ ഭീകര സ്വഭാവം അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പ്, ഇനി ആരെയും കൊല്ലുകയല്ല, മറിച്ച് സമാധാനത്തിന്റെ വഴിയിൽ നീങ്ങുകയും സമാധാനത്തിന്റെ വഴിയിൽ നീങ്ങിയതിനു ശേഷം ശാശ്വത സമാധാനത്തിലേക്ക് എത്തിപ്പെടുകയുമാണ് വേണ്ടത്. 10 ദിവസത്തെ വെടിനിർത്തൽ അതിനുള്ള വഴിയൊരുക്കട്ടെ എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ട്രംപ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഓക്കെ.